സാമാന്യം തരക്കേടില്ലാത്ത ഇംഗ്ലീഷിൽ തികച്ചും സ്റ്റാൻഡേർഡ് ഇല്ലാതെ അഭിപ്രായം പറയുന്ന അനിൽ ആൻ്റണിയോട് ഏകദേശം അദ്ദേഹത്തിൻ്റെ അപ്പനോളവും പ്രായമുള്ള എനിക്ക് അറിയിക്കാനുള്ളത്. നമസ്കാരം. അനിൽ ആൻ്റണിയോട് എനിക്ക് പണ്ടുള്ളതുപോലെ ഇപ്പോഴും സ്നേഹമുണ്ട്. ഒരു വ്യക്തി അവൻ്റെ യുക്തി ഉപയോഗിച്ച് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വാങ്ങിപ്പോയി എന്നതുകൊണ്ട് ആ വ്യക്തിയോടുള്ള സ്നേഹമോ സന്തോഷമോ അസ്തമിക്കണമെന്നില്ല. എന്നാൽ ആ വ്യക്തി മനഃപൂർവ്വം ചേക്കേറിയിരിക്കുന്ന ഇടം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വികൃതമാക്കുവാൻ മാത്രം ഉപകരിക്കുന്നതാണെങ്കിൽ ആ വ്യക്തിയോടുള്ള വാത്സല്യം നിലനിർത്തുമ്പോൾ തന്നെ അദ്ദേഹത്തോട് പരിതാപവും തോന്നുക അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അനിൽ ആൻ്റണിയോട് ഇപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് സാമാന്യം നല്ല ഇംഗ്ലീഷിൽ സാമാന്യം നല്ലതല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ചാനലിൽ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ ആസ്പദമാക്കിയാണ് ഞാൻ പറഞ്ഞത്. മലയാളം ചാനൽ അദ്ദേഹം മലയാളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാമാന്യം മോശമില്ലാത്ത മലയാളമാണ്. ഞാനത് വളരെ മധുരത്തോടെ താല്പര്യത്തോടെ കേൾക്കാറുണ്ട്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ എന്നെ പലപ്പോഴും നിരാശപ്പെടുത്താറുണ്ട്. അപ്പോൾ അനിൽ ആൻ്റണി ഈ നല്ല ഇംഗ്ലീഷ് പഠിച്ചത് BJPയിൽ ചേരുന്നതിന് മുൻപാണ്. എന്നാൽ ഈ നല്ല ഇംഗ്ലീഷ് ഉപയോഗിച്ച് മോശമായ കാര്യങ്ങൾ പറയേണ്ട ഗതികേട് വന്നത് BJPയിൽ ചേർന്ന ശേഷമാണ്. BJPയിൽ ചേർന്ന ശേഷമാണ് അദ്ദേഹത്തെ പൊതുരംഗത്ത് കാണാനിടയായത് എന്നതും ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായി പ്രേരിതനായ സാഹചര്യം, ഇന്ന് ഇന്ത്യ ടുഡേ ഇംഗ്ലീഷ് ചാനലിൽ അദ്ദേഹം ഇരുന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിശിതമായ എതിർപ്പ്, അസംതൃപ്തി, വിരോധം ഇവ നിർലോഭം പ്രകടിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചിന്തകളിൽ ഉണർന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ വഴിയൊരുക്കിയ അനിൽ ആൻ്റണിയോടുള്ള നമ്മുടെ ഏവരുടെയും നന്ദി ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ഇടയായതിൻ്റെ ഏക കാരണം മക്കൾ രാഷ്ട്രീയം മാത്രമാണ്. ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് എന്ന് പറയും, മക്കൾ രാഷ്ട്രീയം. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുവാൻ യാതൊരു യോഗ്യതയുമുള്ള ആളല്ല. ഇവിടെ ആർക്കോ കിട്ടേണ്ടിയിരുന്ന അവകാശം തട്ടിയെടുക്കാനായി മാതാപിതാക്കന്മാരുടെ കെയർ ഓഫിൽ വന്ന് ഇറങ്ങിയതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഇത് പറയുന്ന അനിൽ ആൻ്റണി മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഗുണഫലം ആസ്വദിക്കുന്ന ആളാണോ അല്ലയോ എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. BJPയിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിന് മുൻപ് അനിൽ ആൻ്റണിയെ ഈ നാട്ടിലെ 10 പേരറിയുമായിരുന്നില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകൾ കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ ദീർഘമായ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് കൊണ്ടോ അദ്ദേഹം ഏറ്റെടുത്ത ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിൻ്റെ ചരിത്രം കൊണ്ടോ ഒരു 10 പേരെ സ്വാധീനിച്ചു എന്ന ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയമായി ഒരു 100 എന്താ പറയുന്നത് MG
മില്ലിഗ്രാം തൂക്കം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അദ്ദേഹത്തിന് വലിയ തൂക്കമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റേതല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റേതായിരുന്നു. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ശ്രീ AK ആൻ്റണിയുടെ ഗുണം കെയർ ഓഫ് എന്നൊരൊറ്റ കാര്യമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നേരെ BJPയുടെ നാഷണൽ സെക്രട്ടറിയായി ഉയർത്തപ്പെട്ടത്. BJPയിൽ അദ്ദേഹത്തിന് വലിയ സ്വാഗതം കിട്ടി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ സ്വാഗതമല്ല. AK ആൻ്റണി ദീർഘനാളായി ഭാരതത്തിൻ്റെ പൊതുജീവിതത്തിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചതിൻ്റെ അതുല്യമായ ആ ഒരു പാരമ്പര്യത്തിന് കിട്ടിയ കയ്യടിയും അംഗീകാരവുമാണ് എന്നതൊരു പക്ഷേ ഈ ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്ന ഒരു യുവാവിന് നല്ലതുപോലെ ചിന്തിക്കാൻ കഴിവുണ്ടാകണമെന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം അറിയാതെ പോയ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മക്കൾ രാഷ്ട്രീയം എന്നൊരു കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ പ്രിയങ്കയെക്കാളും രാഹുൽ ഗാന്ധിയെക്കാളും വളരെ വളരെ തലപ്പത്ത് അനിൽ ആൻ്റണി എന്ന പേരുണ്ടായിരിക്കും. അതിൻ്റെ യുക്തി എന്താണ്, ചരിത്രപരമായ യുക്തി എന്താണെന്ന് ഒന്ന് വിശദീകരിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം ചില വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ പേടിപ്പിക്കുക, മാത്രവുമല്ല അതേ വാക്കുകൾ ഉപയോഗിച്ച് പൊതുജനത്തിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുക. ഇപ്പോൾ ആരെങ്കിലും സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു, ഉടനെ അവനെ ഏർബൻ നക്സൽ എന്ന് വിളിച്ചു. അതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞു. 2 വാക്ക് മതി ഒരുത്തൻ്റെ ജീവൻ പോകാൻ. അപ്പോൾ ആളുകൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ മേലാത്ത ആളുകൾ അയ്യോ അതുകൊണ്ട് പോകുന്നു ഒരു ഏർബൻ നക്സൽ എന്ന് പറഞ്ഞ് അവന് ജീവൻ കൊണ്ടുകൂടി രക്ഷപ്പെടും. ഈ പാവപ്പെട്ട മനുഷ്യൻ എന്താണെന്ന് ഇതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയണമെന്നില്ല. പക്ഷേ അവനറിയാതെ അവൻ അർഹിക്കാത്ത ഏർബൻ നക്സൽ എന്ന ഒരു നല്ല നെറ്റിപ്പട്ടം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവർത്തന രീതിയാണ്. അപ്പോൾ അതുപോലെ ആ ലിസ്റ്റിൽപ്പെട്ട പണ്ട് കഠാര കൊണ്ട് കുത്തിക്കൊല്ലുന്നു, അതുപോലെ വാക്കുകൾ കൊണ്ട് കുത്തിക്കൊല്ലാമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന വാക്കുകൾ, ഇത് ഞാൻ കുറേ സഹിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വ്യക്തമായി ചിന്തിക്കുവാൻ എനിക്ക് ഇടയാകുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡൈനാസ്റ്റിക് പ്രിൻസിപ്പിൾ, ഡൈനാസ്റ്റിക് സക്സഷൻ, മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഒരു പക്ഷേ അനിൽ ആൻ്റണിക്ക് വേണ്ടതുപോലെ നിശ്ചയമില്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഈ ഒരു ആശയത്തെ അനിൽ ആൻ്റണിയെ പോലെയുള്ള ആളുകൾ വാക്കുകൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ അമ്പ് പോലെ ഉപയോഗിക്കുന്ന അല്ലെ വാള് പോലെ ഉപയോഗിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടതിന്, മാത്രവുമല്ല പൊതുജനം ഇങ്ങനെയുള്ള തന്ത്രത്തിൽപ്പെട്ട് തെറ്റിദ്ധാരണകൾ ഉൾക്കൊള്ളാതിരിക്കേണ്ടതിന്, അവരെ എങ്ങനെയുള്ള ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിന് എന്താണ് മക്കൾ രാഷ്ട്രീയം, അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ്, അതിൻ്റെ അപാകത എന്താണ്, അപകടം എന്താണ്, ഇതിനെപ്പറ്റി ചില വളരെ വളരെ ലളിതമായ കാര്യങ്ങൾ ഹ്രസ്വമായി പരാമർശിക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. മക്കൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഡൈനാസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയും. അത് നമുക്കറിയാം, അത് രാജവാഴ്ചയിലാണ് മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ഡൈനാസ്റ്റിക് സക്സഷൻ ഉണ്ടായത്. അപ്പോൾ രാജവാഴ്ച നടന്ന കാലത്ത് പ്രഭുക്കന്മാരുടെ വാഴ്ചയും ഉണ്ടായിരുന്നു. രാജാവിൻ്റെ കീഴെ അനേക പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ഈ പ്രഭുക്കന്മാരാണ് രാജാവിനോട് കൂറുപാലിച്ച് അവരവർക്ക് ഉടമസ്ഥതയിലുണ്ടായ വലിയ വലിയ ഭൂസ്വത്ത് പരമ്പരാഗതമായി വെച്ച് അനുഭവിക്കുകയും അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരംശം കരമായ രാജാവിന് നൽകി രാജാവിനെ പ്രീതിപ്പെടുത്തി നിർത്തുകയും ചെയ്തൊരു കാലഘട്ടം. കിങ്ഷിപ്പും ഫ്യൂഡലിസവും ഒരുപോലെ പ്രവർത്തിച്ച ഒരു കാലഘട്ടം. അതിൻ്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഈ ഡൈനാസ്റ്റിക് പ്രിൻസിപ്പിൾ ഈ മക്കൾ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകില്ല. എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നമെന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
ആ കാലഘട്ടത്തിൽ ഭൂമി രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭൂമി മുഴുവനും രാജാവായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ. എന്നാൽ രാജാവിന് കീഴെ പല പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവരാണ് വാസ്തവത്തിൽ നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും മേധാവിയായി രാജാവ് ഭരിച്ചിരുന്നു. രാജാവിൻ്റെ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രഭുക്കന്മാരെക്കാൾ ശക്തിയേറിയ സൈന്യം രാജാവിൻ്റെ പക്കലുണ്ടായിരുന്നു. ആ സൈന്യം ഉപയോഗിച്ചാണ് രാജാവ് പ്രഭുക്കന്മാരെ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ രാജാവായാലും പ്രഭുക്കന്മാരായാലും രാജ്യത്തെ ഭൂസ്വത്ത് മുഴുവനും അവരുടേതാണ്. ഇതാണ് ആദ്യത്തെ തത്വം. മറ്റുള്ളവർക്ക് ഭൂമി ഉപയോഗിക്കാം, പക്ഷേ അത് അവരുടെ അവകാശമാകയില്ല. ഇന്നും വാസ്തവത്തിൽ ഭാരതത്തിൽ നമ്മുടെ പേരിൽ ഭൂമിയുണ്ടെങ്കിലും ആത്യന്തികമായി എല്ലാ ഭൂമിയുടെയും ഉടമ ഭാരത സർക്കാരാണ്. അതുകൊണ്ട് ഏത് സമയത്തും പൊതുജന താൽപ്പര്യം എന്ന ഒരു പഴുത് കാണിച്ച് ആരുടെയും ഭൂമി സമ്മതം കൂടാതെ എടുത്ത് ഉപയോഗിക്കാനുള്ള അവകാശം, അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. ഒരു പക്ഷേ പൊതുജനത്തിന് അങ്ങനെ അറിവില്ലാത്ത കാര്യമായിരിക്കും. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ബാലപാഠങ്ങളാണിവ. അത് അന്നത്തെ കാലത്ത് സ്ഥിതി ചെയ്തിരുന്ന രാജവാഴ്ചയുടെയും പ്രഭുക്കന്മാരുടെ വാഴ്ചയുടെയും വാങ്ങലാണ്. ജനാധിപത്യ രീതിയിൽ അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ആദ്യമായി ഈ മക്കൾ രാഷ്ട്രീയത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നാം അറിയേണ്ട ആദ്യത്തെ തത്വം, ഇത് അർത്ഥവത്തായി പ്രവർത്തിച്ച കാലഘട്ടം, അവിടെ എല്ലാ ഭൂമിയുടെ ഉടമ രാജാവാണ്, പ്രഭുക്കന്മാരാണ്. സാധാരണ ആളുകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടാകുകയില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഭൂമിയുടെ ഉടമസ്ഥത രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിലാർക്കെങ്കിലും, ഇംഗ്ലണ്ടിലാണെങ്കിൽ ലോ ഓഫ് പ്രൈമോജെനിച്ചർ എന്ന് പറയും. അതായത് രാജാവിൻ്റെ മൂത്ത മകനാണ് അടുത്ത രാജാവാകേണ്ടത്. രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ മകൻ, 10ാമത്തെ മകൻ വളരെ വിദഗ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ആദ്യത്തെ മകൻ രാജാവാകും. അത് നിയമമാണ്, താരിപ്പാണ് ട്രഡീഷൻ. അതുതന്നെ പ്രഭുക്കന്മാരുടെ കാര്യത്തിലും അന്വർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫെയർ കോമ്പറ്റീഷൻ, തുല്യമായ അവസരങ്ങൾ നൽകി കഴിവുള്ളവർക്ക് പങ്കെടുക്കാവുന്ന വിധത്തിലൊരു മത്സരമുണ്ടാക്കി അതിൽ ജയിക്കുന്ന ആളിനെ അടുത്ത രാജാവാക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ സ്വയംവരം, പുരാണങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഐതിഹാസിക കഥകളിലൊക്കെ സ്വയംവരമുണ്ട്. ഈ സ്വയംവരത്തിൽ ഏതാണ്ട് തുല്യമായ സമ്പത്തും പെരുമയുമുള്ള ആളുകൾക്ക്, യുവാക്കന്മാർക്ക് പങ്കെടുക്കാം. പെൺകുട്ടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ നേരെ മറിച്ചാണ്, നമുക്കറിയാം. അപ്പോൾ അവൾ പോയി ഓരോരുത്തരെയും കണ്ട് അവരുടെ യോഗ്യതകളൊക്കെ വ്യക്തിപരമായി മനസ്സിലാക്കി അവൾ പറയും, എനിക്ക് ഇന്ന പുരുഷനെ മതി. അപ്പോൾ എല്ലാവർക്കും, അതായത് ഒരു ഇക്കണോമിക് സോഷ്യൽ ബ്രാക്കറ്റിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. എന്നാൽ ഇതിൽ ഈ ഡൈനാസ്റ്റിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയത്തിൽ അതില്ല. മറ്റെല്ലാവരെയും ഒഴിവാക്കി അതൊരു വിധത്തിലുള്ള അവസരവും ആർക്കും കൊടുക്കാതെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും മകനായി അല്ലെങ്കിൽ മകളായി പിറന്നു എന്ന ഒറ്റ ഒരു കാര്യത്തിൻ്റെ ആധാരത്തിൽ ഒരു വ്യക്തി ഒരു വലിയ ചുമതല, വലിയ ആനുകൂല്യം, ഒരു വലിയ പദവി പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് തത്വം, ഇനി അതിനോട് തന്നെ മൂന്നാമത് ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്, യാതൊരു വിധത്തിലുള്ള മത്സരമോ കോമ്പറ്റീഷനോ ഇവിടെയില്ല. ആർക്കും ഒരവസരം, അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമില്ല, തെളിയിക്കേണ്ട ആവശ്യവുമില്ല. ആർക്കും അതിനെപ്പറ്റി അറിയുകയും വേണ്ട. രാജാവിൻ്റെ മൂത്ത മകൻ അടുത്ത രാജാവാകുന്നു. അങ്ങനെ അടുത്ത രാജാവായിട്ട് എനിക്ക് ഇന്ന യോഗ്യതയുണ്ട്, കഴിവുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയും ആ രാജാവിൻ്റെ മകനില്ല. രാജാവിൻ്റെ മൂത്ത മകനാണോ, എന്നാ പിടിച്ചോ, കിരീടം എന്നാ പിടിച്ചോ. ഇതാണ് ഇതിൻ്റെ തത്വം. ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഈ തത്വം വരുമ്പോൾ
ഇങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഗുണഭോക്താവാണ് അനിൽ ആൻ്റണി. അദ്ദേഹം തൻ്റെ ഒരു കഴിവും വസ്തുനിഷ്ഠമായി തെളിയിച്ചിട്ടല്ല ഇപ്പോൾ ആസ്വദിക്കുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. രാജാവിൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രാജകുമാരനായത്, അതായത് ജനായത്ത രീതിയിലെ രാജകുമാരനായത്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെപ്പറ്റി അദ്ദേഹം പറയുന്ന കാര്യം ഏറ്റവും അന്വർത്ഥമാകുന്നത് അനിൽ ആൻ്റണിയെ പറ്റിയാണ് എന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം നാം എവിടെ ഇരിക്കുന്നു, ഏത് കസേരയിലിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഏത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് അനിൽ ആൻ്റണി ഇപ്രകാരം പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടതുപോലെയുള്ള മൂളയില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ ഒരു മൂളക്കം കൊണ്ടാണ് എന്നാണ് എനിക്ക് ഈ എളിയവന് പറയാനുള്ളത്. അപ്പോൾ ഇനിയും അദ്ദേഹം പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഒരു കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ അവസരം ലഭിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ പറയാൻ അദ്ദേഹം നിർബന്ധിതനാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗതികേട് നമുക്കില്ലാത്തത് കൊണ്ട് അത് നമുക്ക് വസ്തുനിഷ്ഠമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്, അതിനുള്ള സന്ദർഭവുമുണ്ട്. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ അനേക വർഷങ്ങളിലായി എന്ത് ചെയ്യുകയായിരുന്നു? കഴിഞ്ഞ ഒരു 15-20 വർഷം നമുക്കറിയാം. അവർ ഇന്ന മാതാപിതാക്കന്മാരുടെ രണ്ടാമത്തെ മകളായി ജനിച്ചു, അല്ലെങ്കിൽ എൻ്റെ വല്യമ്മച്ചി ഇങ്ങനെയായിരുന്നു, എൻ്റെ വല്യമ്മച്ചിയുടെ അപ്പൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതോ അവർ അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ വളരെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ മുറ്റി നിൽക്കെ തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇത് തിരിച്ചറിയാൻ ഒട്ടും വയ്യാത്തൊരു സാഹചര്യമല്ല. ഇതെല്ലാവരുടെയും ശ്രദ്ധയിൽ പൊതുരംഗത്ത് നിൽക്കുന്ന പച്ച പോലെ പ്രകാശം പോലെ ജ്വലിക്കുന്ന സത്യങ്ങളാണ്. ഇന്ന് ഭാരതത്തിലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതത്തിലെ ഏറ്റവും ഭീകരമായ വെല്ലുവിളി എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. വല്ല സംശയമുണ്ടോ? അതിന് 2 അംശങ്ങളുണ്ട്. ഒന്ന്, BJP എന്ന പാർട്ടിയുടെ ഭയാനകമായ അപ്രമാദിത്വം. 2, പ്രിയങ്ക പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഏതാണ്ട് 100% ഉള്ള തകർച്ച. വാസ്തവത്തിൽ ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നിന്ന് കോൺഗ്രസ് ഏതാണ്ട് തുടച്ച് മാറ്റപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ അന്തിമ ഉപചാരങ്ങളാണ്ട് കഴിഞ്ഞതുപോലെയായിരുന്ന അവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഈ വലിയ വെല്ലുവിളി മറ്റാർക്കും ഏറ്റെടുക്കുവാൻ പ്രത്യേകമായ താല്പര്യമില്ലായിരുന്ന, ആർക്കും അവിടെ പോയി മോദിയുടെയും യോഗിയുടെയും നാട്ടിൽ പോയി പയറ്റി കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ പോലും ആർക്കും ധൈര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ വലിയ ചുമതല ഏറ്റെടുത്ത് നിരന്തരമായി അധ്വാനിച്ച്, അവരെത്രമാത്രം അധ്വാനിച്ചുവെന്ന് UP-യിലുള്ള ജനത്തോട് ചോദിച്ചാൽ അനിൽ ആൻ്റണിക്ക് വല്ല വിവരവും കിട്ടും. കഴിഞ്ഞ 10 വർഷമായി UP-യിൽ എവിടെയൊക്കെ സാധാരണ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, ദളിതന്മാരായ കുടുംബങ്ങൾ, വ്യക്തികൾ എവിടെയൊക്കെ അക്രമത്തിനിടയായിട്ടുണ്ടോ അനേക സംഭവങ്ങൾ, മർമ്മഭേദകമായ സംഭവങ്ങൾ, എവിടെയൊക്കെ സാധാരണ ജനം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ പെൺകുട്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ദുഃഖത്തിലിരിക്കുന്നവരെ, ഭീതിയിൽ ആണ്ടുപോയവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയങ്ക സാഹസികമായി യാത്ര ചെയ്ത് അവരുടെ അടുത്തെത്താതിരിക്കത്തക്കവണ്ണം അധികാരവർഗം എത്രമാത്രം ശക്തമായി അവർക്കെതിരെ പോലീസിനെ വിന്യസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു എന്നതിന് നാം ഓരോരുത്തരും ദൃക്സാക്ഷികളാണ്. ഇതൊന്നും ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമല്ല.
2024 ഇലക്ഷനിൽ കോൺഗ്രസ്സിന് 6 സീറ്റ് ഉത്തർപ്രദേശിൽ കിട്ടിയെങ്കിൽ, അതായത് 2019 ഇലക്ഷനിൽ 1 സീറ്റ് മാത്രം കിട്ടിയിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ 6 ഇരട്ടി ആയി സീറ്റ് വർദ്ധിക്കണമെങ്കിൽ അത് ചുമ്മാതുണ്ടാകുന്നതല്ല. അത് അപ്പൻ്റെ കെയർ ഓഫിൽ പറഞ്ഞതുകൊണ്ട് നടക്കില്ല. അത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് കിക്കിരിക്കി പഠിച്ചു എന്നതുകൊണ്ട് നടക്കില്ല. അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ കേരളത്തിൽ, സ്വന്തം നാടായ കേരളത്തിൽ, പത്തനംതിട്ടയിൽ ക്രിസ്ത്യാനികൾ നന്നേ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പല പള്ളിപ്രമാണികളുടെയും തുറന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കെ ബിലീവേഴ്സ് ചർച്ച് പോലെയുള്ളവർ പരസ്യമായി അനിൽ ആൻ്റണിക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും 3ാം സ്ഥാനത്തെത്തുവാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അനിൽ ആൻ്റണി മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പാവം അനിൽ ആൻ്റണി. കാരണം വലിയ ഷോക്ക് വരുമ്പോൾ മറവി, ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത് അതൊരു ശാസ്ത്രീയമായ കാര്യമാണ്. ബ്ലാക്ക് ഔട്ട്, മെമ്മറി ബ്ലാക്ക് ഔട്ട് എന്ന് പറയും. വലിയ ഷോക്ക് വന്നാൽ ചില കാര്യങ്ങളങ്ങ് മറന്നു പോകും. അപ്പോൾ അത് സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അനിൽ ആൻ്റണിയുടെ അവസ്ഥയും പ്രിയങ്ക ഗാന്ധിയുടെ ആ നേട്ടങ്ങളും എങ്ങനെയാണ് താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം, ഇതൊരു 50 വർഷത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണെങ്കിൽ നമുക്ക് ധൈര്യമായിരുന്ന് പറയാം. ആളുകൾ ഒട്ടുമുക്കാലും മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തും തട്ടിവിടാം എന്നൊരാത്മധൈര്യത്തിൽ ഇങ്ങനെയുള്ള അപാകതയുള്ള അപക്വമായ കാര്യങ്ങൾ വിളിച്ചു പറയാം. എന്നാൽ ഇന്നലെ സംഭവിച്ചത്, മിനിഞ്ഞാന്ന് സംഭവിച്ച കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ വളരെ ഫ്രഷായിട്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇത്ര ലജ്ജയില്ലാതെ പരാമർശിക്കണമെങ്കിൽ അതൊരു വ്യക്തിയുടെ ഗതികേടിൻ്റെ അളവുകോലാണ് എന്നല്ല ഞാൻ എന്ത് പറയേണ്ടു. അപ്പോൾ ഒരു വ്യക്തി, പ്രിയങ്ക ആയിക്കൊള്ളട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കൊള്ളട്ടെ, മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ വ്യക്തി മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഗുണഭോക്താക്കളാണോ അല്ലയോ എന്നറിയുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാനദണ്ഡം, അവർ ക്ലേശകരമായ മാർഗത്തിൽ കൂടെ സ്വന്തം പരിശ്രമത്താൽ അവരുടെ കഴിവുകളെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ. അവർക്ക് ഈ ചുമതല ഏറ്റെടുക്കുവാനുള്ള കഴിവ് യഥാർത്ഥത്തിലുണ്ട് എന്ന് 4 പേർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ അവർ കഴിഞ്ഞ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ. പ്രതികൂല സാഹചര്യങ്ങൾ അവർ പിടിച്ചു നിന്ന് അവർ ഏറ്റെടുത്ത ചുമതലകളോട് നീതി പാലിക്കുകയും അത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഒരു വ്യത്യാസം വരുത്തത്തക്കവണ്ണം അവർ വിജയിച്ചിട്ടുണ്ടോ എന്നതാണ്. ആ മാനദണ്ഡം കൊണ്ട് നോക്കിയാൽ പ്രിയങ്ക ഗാന്ധിയേക്കാൾ രാഷ്ട്രീയ യോഗ്യതയുള്ള ഒരൊറ്റ കോൺഗ്രസ് നേതാവും കേരളത്തിൽ ഇന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് എന്തുകൊണ്ടോ അനിൽ ആൻ്റണിയുടെ ബുദ്ധി മണ്ഡലത്തിൽ പ്രവേശിക്കുന്നില്ല. എന്തുകൊണ്ടോ എന്ന് പറയേണ്ട കാര്യം നമുക്കറിയാം, കാരണം പറയേണ്ട ആവശ്യവുമില്ല. രാഹുൽ ഗാന്ധിയുടെയും അവസ്ഥ അത് തന്നെയാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വേണ്ട. ഇനിയിപ്പോൾ ഇലക്ഷൻ നടന്നു കഴിയുമ്പോൾ അനിൽ ആൻ്റണിക്ക് കുറച്ചുകൂടെ വെളിച്ചമുണ്ടാകും. ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്ന പോലെ ദിമാഗ് കി ബത്തി ജലായക. എന്താണ് ഈ ഡൈനാസ്റ്റിക് പ്രിൻസിപ്പിൾ? മക്കൾ രാഷ്ട്രീയം എന്താണ്? എന്ത് മക്കൾ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താവുന്നതല്ല? പ്രിയങ്ക ഗാന്ധി ആ ഒരു പട്ടികയിൽപ്പെടുന്ന ആളാണോ അല്ലയോ? അല്ല, അതിൻ്റെ തലപ്പത്തിരിക്കാൻ തനിക്ക് തന്നെയാണോ യോഗ്യത എന്നൊക്കെ അധികം താമസിയാതെ ഇദ്ദേഹത്തിന് ബോധ്യമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ എന്ന പദവി സ്വീകരിക്കാൻ മടിക്കുന്നു എന്ന പരാതി. അത് രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരാതി കോൺഗ്രസ്സുകാർക്കല്ല, BJPക്കാർക്കാണ് ഈ പരാതിയുള്ളത്. വളരെ ശ്രദ്ധേയമാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ LOP എന്ന പദവി സ്വീകരിക്കുന്നതിൽ നിന്ന് മടിക്കുന്നത്?
അതിന് ബി ജെ പിയുടേതായ എക്സ്പ്ലനേഷൻസ്, വിശദീകരണങ്ങളും ആശയങ്ങളുമൊക്കെ ഉണ്ട്, അവരുടേതായ തിയറീസൊക്കെ ഉണ്ട്. അത് ചുമതല ഏറ്റെടുക്കാൻ മടിയനാണ് ഇദ്ദേഹം. ചുമതല കണ്ടാൽ രാഹുൽ ഗാന്ധി മുട്ടിടിച്ച് വിറച്ച് ഓടിപ്പോകും. ഈ സമയത്ത് സന്ദർഭോചിതമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ആരാധ്യനായ ഭാരതത്തിൻ്റെ ചാണക്യനായ ശ്രീ അമിത് ഷാജി, അദ്ദേഹം പെട്ടെന്നൊരു പ്രവാചക ശബ്ദമായി മാറി ഇലക്ഷന് തൊട്ട് മുൻപ്. അദ്ദേഹം പറഞ്ഞത്, ഈ 2024 ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന്, അമേഠിയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ വന്നു. ഇനിയും ഈ ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ വയനാട്ടിൽ നിന്ന് ഒളിച്ചോടി അദ്ദേഹം ഇറ്റലിയിലേക്ക് ഓടിപ്പോകും. ഭാരതത്തിൽ അദ്ദേഹത്തിന് കാല് കുത്താൻ ഇടമില്ല. നാണം കെട്ട് അദ്ദേഹം ഇവിടം വിട്ടു ഇറ്റലിയിൽ പോകുന്ന അദ്ദേഹം ഒരു പ്രവചനം നടത്തി. അപ്പോൾ ഈ ചാണക്യ തലച്ചോറുള്ള വ്യക്തി ഒരു പ്രവാചകനാകാൻ യോഗ്യനല്ല എന്ന ഒരു സൂചന അതിനകത്തുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗങ്ങൾ വിടുകയാണ്. അപ്പോൾ LOPയുടെ പ്രശ്നം വരുമ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ മുൾക്കിരീടം എടുത്ത് തലയിൽ വെക്കാത്തത് എന്നാണ് ഇപ്പോൾ BJPയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു പരാതി. അതേ BJP പറയും രാഹുൽ ഗാന്ധി ഈ മക്കൾ രാഷ്ട്രീയം കൊണ്ട് മാത്രം വന്നതാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത്? രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായ യാതൊരു ഗുണവുമില്ല, അർഹതയില്ല. അപ്പൻ്റെയും അമ്മയുടെയും കെയർ ഓഫിൽ പാരച്യൂട്ട് കൊണ്ട് ഇവിടെ വന്ന് വീണതാണ് എന്ന് പറയാം, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് LOP എന്ന സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ വൈമനസ്യം കാണിക്കുന്നതിൽ അപാകതയുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനെ കളിയാക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കണം എന്ന് പറയുന്നത് വെറും പൊട്ടത്തരമാണ്. ചിന്തിക്കാൻ ശക്തിയുള്ളവർ രണ്ടും കൂടെ പറയുകയില്ല, കൂട്ടിച്ചേർത്ത് പറയുകയില്ല. അപ്പോൾ നല്ല കുടുംബത്തിൽ പിറന്ന ആളുകൾക്ക് പീറത്തരം കുറഞ്ഞിരിക്കും എന്നത് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് മറ്റാരെങ്കിലും വരുന്നെങ്കിൽ ഏതായാലും മന്ത്രിയാകാനൊക്കത്തില്ല, എന്നാൽ ക്യാബിനറ്റ് റാങ്കും ആനുകൂല്യങ്ങളുമുള്ള LOP എന്ന പദമെങ്കിലും എടുത്ത് തലയിൽ വെക്കാം എന്ന് പറഞ്ഞ് കഴിയുന്ന തന്ത്രം മുഴുവനും പ്രയോഗിക്കുമായിരുന്നു. ഇതാ ഒരു യുവാവ് പറയുന്നു, ഞാൻ വളരെയധികം അധ്വാനിച്ചു, എന്നാൽ കഴിയുന്ന സംഭാവനകൾ മുഴുവനും എൻ്റെ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ചെയ്തു. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഈ കിസേര കുർസിയൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ദൗത്യം മറ്റൊന്നാണ്. ഈ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി എനിക്ക് വലിയ ചുമതലബോധമുണ്ട്. അതാണ് എൻ്റെ മുൻഗണന, എൻ്റെ പ്രയോറിറ്റി. അതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്ന ഒന്നും എനിക്ക് സ്വീകാര്യമല്ല എന്ന നിലപാടെടുക്കുമ്പോൾ അത് ഡൈനാസ്റ്റിക് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ് എന്നാരും പറയുന്നില്ല. അത് ഡൈനാസ്റ്റിക് പ്രിൻസിപ്പിളല്ല, അതൊരു വ്യക്തിയുടെ മാഹാത്മ്യവും അദ്ദേഹത്തിന് പാരമ്പര്യമായി ലഭിച്ച മഹത്തരമായ പരിശീലനത്തിൻ്റെ മേന്മയുമാണ് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ സമയത്ത് നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഭവം, സഞ്ജയ് ഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹമാണ് മാരുതി കാർ എന്ന ആശയം ഭാരതത്തിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്കറിയാം, സ്മോൾ കാർ. അപ്പോൾ അന്ന് മിസ്സസ് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ സഞ്ജയ് ഗാന്ധിക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്ത് വലിയ വിധത്തിലുള്ള വിമർശന ശരങ്ങൾ പായാൻ തുടങ്ങി. ആ സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അന്നത്തെ എഡിറ്ററായിരുന്ന ഫ്രാങ്ക് മൊറേസ്, അതായത് ഡോം മൊറേസിൻ്റെ അപ്പൻ, എഴുതിയ ഒരു എഡിറ്റോറിയൽ എനിക്കിപ്പോഴും നന്നായി ഓർമ്മയുണ്ട്. അന്നത്തെ കാലത്ത് അധികം പുസ്തകങ്ങളൊന്നും കയ്യിലില്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ കാണാൻ പഠിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഫ്രാങ്ക് മൊറേസ് പറഞ്ഞത്, ഒരു യുവാവ് അവൻ്റെ അമ്മ പ്രൈം മിനിസ്റ്ററാണ് എന്നതുകൊണ്ട് അവനിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം അവനുണ്ടാകരുത് എന്ന് പറയുന്നത് അനീതിയാണ്. ഒരു വ്യക്തിയുടെ മാതാവോ പിതാവോ
വലിയ സ്ഥാനത്തിരിക്കുന്നു എന്നതുകൊണ്ട് അർഹിക്കാത്ത ആനുകൂല്യം ലഭിക്കുന്നത് എത്രമാത്രം തെറ്റാണോ, അതുപോലെ തന്നെ തെറ്റാണ് ഒരു വ്യക്തിയുടെ അപ്പനോ അമ്മയോ ദേശത്തിന് വലിയ സേവനം ചെയ്തു, അതുകൊണ്ട് അവന് അവസരം കൊടുക്കരുത് എന്ന് പറയുന്നു. നാം ചോദിക്കേണ്ടത് സഞ്ജയ് ഗാന്ധിക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ട് നാളേറെയായി. ഇപ്പോഴും ഭാരതത്തിലെ നമ്പർ 1 കാർ ഫാക്ടറി മാരുതി തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ഈ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ വിവാദത്തിന് കുറേ നാളത്തെ പഴക്കമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സമയത്ത് സാന്ദർഭികമെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഓലപ്പാമ്പാണ്. അങ്ങനെ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇപ്പോൾ BJPയിലുള്ള ആളുകളാണ്. ഇപ്പോൾ BJP മുഖ്യ സൂത്രധാരകനായി ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരിൽ 72 പേർ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ അത് മറ്റ് എവിടെയെങ്കിലും കണ്ടാൽ ഞങ്ങൾ സഹിക്കുകയില്ല. ഞങ്ങൾക്കതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ചെയ്താൽ അത് നല്ലതാണ്, ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മറ്റാരെങ്കിലും ഞങ്ങൾ ചെയ്യുന്നത് മറ്റാരെങ്കിലും ചെയ്താൽ അവർ ദേശത്തെ മുടിക്കാനായിട്ട് ഇറങ്ങിയവരാണ്. ഈ ഒരു തത്വം, ഈ ഒരു മർമ്മം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മർമ്മത്തിൻ്റെ മുനയിലിരുന്നു കൊണ്ടാണ് ഈ പാവപ്പെട്ട അനിൽ ആൻ്റണി സാമാന്യം നല്ല ഇംഗ്ലീഷിൽ സാമാന്യബോധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് ചരിത്രപ്രധാനമായ ഒരു സംഭവമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചതിനേക്കാൾ 10 ഇരട്ടി ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണിത്. അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണെന്ന് ഇനിയുള്ള നാളുകളിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാനായിട്ട് ഇപ്പോൾ അതെല്ലാം പറയുന്നില്ല. ഒരു സൂചന മാത്രം ഞാൻ നൽകാം. ശ്രീ നരേന്ദ്രമോദിയുടെ അജയ്യതയുടെ ഒരു മാജിക്കുണ്ട്, ഒരു മാന്ത്രിക ശക്തിയുണ്ട്. ദ മോദി മാജിക് എന്നെല്ലാവരും കൊട്ടിഘോഷിക്കുന്ന ഈ ഒരു പ്രതിഭാസം. ആ മോദി മാജിക്കിൻ്റെ ഏറ്റവും നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ മൂർച്ചയാണ്. അതായത് പുരുഷ മേധാവിത്വത്തിൻ്റെ സന്ധിയില്ലാത്ത, ഒരു വിധത്തിലും കോംപ്രമൈസ് പൊത്തുവരുത്തപ്പെടാത്ത, എൻ്റെ ഇംഗിതം അതുപോലെ 140 കോടി ജനം അംഗീകരിക്കണം, അതിനെതിരായി ആരെയും നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന അപ്രമാദിത്വത്തിൻ്റെ ഒരു വലിയ ആധികാരികത, ഒരു മാസ്മരികത ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് തുലോം വ്യത്യസ്തമായി മറ്റൊരു മാസ്മരികതയുണ്ട്. ആ മാസ്മരികതയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരു സിംബോളിക് കോൺട്രാസ്റ്റാണ്. ഇത് ഭാരത രാഷ്ട്രീയത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു സാധ്യതയുടെ അനാവരണമാണ്. ഇതിൻ്റെ അർത്ഥം ഭാരതത്തിലെ ജനം അടിക്കടി മനസ്സിലാക്കുകയും അവരതിനെ നെഞ്ചിലേറ്റുകയും ചെയ്യും എന്നത് അനിൽ ആൻ്റണിക്ക് ചരിത്രബോധം വേണ്ടതുപോലെ ഇല്ലാത്തത് കൊണ്ട്, സത്യമറിയാനുള്ള സ്വാതന്ത്ര്യം നന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മനസ്സിലാകുകയില്ല. മനസ്സിലായാലും അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ അനിൽ ആൻ്റണി ഒഴികെ ബാക്കിയുള്ളവർ ഇതിപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവരതിൽ സന്തോഷിക്കുന്നുണ്ട്. വയനാട്ടിലെ അനേകം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വെളിയിൽ വിടുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് രാഹുൽ ഗാന്ധി ഞങ്ങളെ പ്രതിനിധാനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവുമായിരുന്നു. അതിൻ്റെ 10 ഇരട്ടി ഞങ്ങൾക്ക് ആവേശമാണ് പ്രിയങ്ക ഗാന്ധിയോടെ വരുന്നു എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ആക്ഷരികമല്ല, പ്രതീകാത്മകമാണ്, സിംബോളിക്കാണ്. ആ സിംബലിസം, ആ പ്രതീകാത്മകത മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ആരംഭം, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ രംഗപ്രവേശനം ഭാരത രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഏത്
തരത്തിലുള്ള പ്രകാരത്തിലുള്ള വിരൽ ചൂണ്ടലാണ് എന്ന് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും അനിൽ ആൻ്റണിയെപ്പറ്റി സഹതാപത്തോടുകൂടെയാണ് ഞാൻ ഓർക്കുന്നത്. അവനെ നല്ലൊരു യുവാവായിട്ടാണ് ഞാൻ ഒരു കാലത്ത് അറിഞ്ഞത്. എ കെ ആൻ്റണിയോടും എലിസബത്ത് ആൻ്റണിയോടുമുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അനിൽ ആൻ്റണിയെ കണ്ട് അവനെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, ശ്ലാഘിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ആത്മാർത്ഥമായി ദുഃഖിക്കുകയാണ്. ഈ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ മക്കർ രാഷ്ട്രീയം എന്താണ് എന്നല്ല എന്നതിനെപ്പറ്റി ഈ യുവാവ് അല്പം കൂടെ ചിന്തിക്കുകയും കുറച്ചുകൂടെ വിവരം സമ്പാദിക്കുകയും ചെയ്യും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നല്ല ബുദ്ധി നല്ലവനായ ദൈവം ഇപ്പോൾ തന്നെ നൽകട്ടെ. ആമേൻ.